നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഭയമില്ലായ്മ ധീരത തന്നെ. എന്നാൽ അത് മാത്രമല്ല ധീരത. വിവേകബുദ്ധിയെ മുൻനിർത്തി ജീവിക്കുന്ന ആളാണ് ഏറ്റവും വലിയ ധീരൻ. ഒരാളെ ശാരീരികമായി ശക്തൻ എന്ന് നാം പറയുന്നത് അയാൾ മറ്റാരാലും കീഴ്പ്പെടുത്താതെ നിലകൊള്ളുമ്പോഴാണ്. ഇതുപോലെ തന്നെ ആന്തരികമായി ഒന്നിനാലും കീഴ്പ്പെടുത്തപ്പെടാതെ നിലകൊള്ളുമ്പോഴാണ് ഒരാൾ ധീരനാകുന്നത്. വിവേകബുദ്ധി ദുർബലമാകുമ്പോഴേ മറ്റൊന്നിന് നമ്മെ ആന്തരികമായി കീഴ്പ്പെടുത്താൻ സാധിക്കൂ. എന്താണ് തനിക്ക് ശ്രേയസ്കരമായത് എന്ന ബോധ്യമുണ്ടാവുക എന്നതാണ് വിവേകബുദ്ധിയുടെ ലക്ഷണം. ഇന്ദ്രിയങ്ങളും അന്ധകരണവും അവയുടെ സ്വാഭാവികമായ പ്രകൃതം കൊണ്ടും പൂർവ്വ സംസ്കാരങ്ങളുടെ സ്വാധീനം കൊണ്ടും ശ്രേയസിൻ്റെ വഴിയിൽ നിന്ന് മാറിപ്പോകാനുള്ള പ്രവണത കാണിച്ചുവെന്ന് വരാം. വിവേകശക്തി കൊണ്ട് ആ പ്രവണതയ്ക്ക് വഴങ്ങാതിരിക്കാൻ സാധിക്കുന്നതാണ് ധീരത. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. കസ്യ ത്വം കഃ കൂത ആയാതഃ കസ്യ ത്വം കഃ കൂത ആയാതഃ തത്വം ചിന്തയ യദിദം ഭ്രാതഃ തത്വം ചിന്തയ യദിദം ഭ്രാതഃ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അടുത്തതായി ശങ്കര സ്തോത്രാമൃതം. 3 തരത്തിലുള്ള ഏഷണകൾ അഥവാ കെട്ടുപാടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മൾ. വിത്തേഷണ, പുത്രേഷണ, ലോകേഷണ എന്നീ ഏഷണകൾ നമ്മെ സൂക്ഷ്മമായി ബന്ധിപ്പിക്കുകയും അത് ദുഃഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഭജഗോവിന്ദത്തിലെ 4ാമത്തെ ശ്ലോകത്തിലൂടെ ഈ ഏഷണകളെക്കുറിച്ച് കൂടുതൽ വിവരിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ഭജഗോവിന്ദം എന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിലെ 4ാം ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. സകല ഏഷണകൾക്കും ഉപരി ഏഷണ കെട്ടുപാട് വിചാരം ജനിപ്പിക്കുന്നതാണ് ഈ ശ്ലോകം. അവിടെ കാത്തേ കാന്ത, നിൻ്റെ പത്നി ആരാണെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. കസ്തേ പുത്രഹ, നിൻ്റെ പുത്രൻ ആരാണ്? ഇവിടെ വിത്തേഷണ, പുത്രേഷണ, ലോകേഷണ ഈ 3 ഏഷണകളാലാണ് നമ്മൾ ബദ്ധരായിരിക്കുന്നത്. എൻ്റെ മക്കൾ, എൻ്റെ ലോകം, എൻ്റെ സമ്പത്ത്
ലോകമെന്ന് പറയുമ്പോൾ അതിൽ പേരും പ്രശസ്തിയും എല്ലാം ഉൾപ്പെടും. എൻ്റെ ലോകം, എൻ്റെ മക്കൾ, അതുപോലെ എൻ്റെ സമ്പത്ത്. എന്താണ് ഈ എൻ്റെ? ഇതാണ് നിരൂപണം ചെയ്യാൻ പറയുന്നത്. ഇപ്പം എൻ്റെ മക്കളെന്ന് പറയുന്നുണ്ട്. ആരാണ് നിൻ്റെ മകൻ, അല്ലെങ്കിൽ ആരാണ് നിൻ്റെ മകൾ? അവിടെ ചിലർ ചോദിച്ചേക്കാം, ഇതിലിപ്പോൾ അത്ര ചിന്തിക്കാൻ എന്താ ഉള്ളത്? എൻ്റെ മകൻ, എൻ്റെ മകൻ, എൻ്റെ മകൻ എന്നുള്ള താതാത്മ്യത്തോടുകൂടി നീ സ്വയം ബദ്ധനാകുമ്പോൾ, ഏഷണാബദ്ധനാകുമ്പോൾ എങ്ങനെയാണ് എൻ്റെ മകൻ എന്നുള്ള ചിന്ത വന്നതെന്ന് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ധാരാളം കൃത്രിമ ഗർഭധാരണ മാർഗങ്ങളും അതുപോലെ വന്ധ്യത ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ നിലവിലുണ്ട്. നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ സാമാന്യമായി എനിക്ക് ഉത്പാദനശേഷി ഇല്ല എങ്കിൽ എനിക്ക് അണ്ടമില്ല, അല്ലെങ്കിൽ എൻ്റെ അണ്ടം പ്രവർത്തിക്കുന്നില്ല, അഥവാ എനിക്ക് ബീജമില്ല, ബീജം പ്രവർത്തിക്കുന്നില്ല. ഈ സ്ഥിതിയിൽ മറ്റൊരാളുടെ ബീജമോ മറ്റൊരാളുടെ അണ്ടമോ എടുക്കാൻ ഞാൻ തയ്യാറാണ്. അഥവാ എനിക്ക് അണ്ടശക്തിയുണ്ട്, ബീജശക്തിയുണ്ട്, പക്ഷേ എനിക്ക് ഗർഭധാരണത്തിനുള്ള ശേഷിയില്ല. ഞാൻ മറ്റൊരാളുടെ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നുള്ള താതാത്മ്യം തന്നെ വന്നു ചേരുകയും ചെയ്യുന്നു. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണിത്? എൻ്റെ കുട്ടി എന്നുള്ളത് ചിന്തിക്കുക. അവിടെ കേവലം മാനസികമായൊരു പരികൽപ്പനയാണ്. ഒരു വ്യക്തിക്ക് അഥവാ ഒരു ദമ്പതികൾക്ക് സന്താനമില്ല. സന്താനമില്ലാത്ത ക്ലേശഭാവം അവരെ ദത്തെടുക്കുന്നതിലേക്ക് നയിച്ചു. അങ്ങനെ കുട്ടിയെ ദത്തെടുത്തു. സ്വന്തം കുട്ടിയായി തന്നെയാണ് വളർത്തുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കുട്ടി ഉണ്ടായത്. ആ കുട്ടി ഉണ്ടായതോടുകൂടി അറിയാതെ ഒരു ഭേദം, തൻ്റെ കുട്ടി ദത്തുകുട്ടിയെന്ന്. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ കുട്ടി എന്ന് പറയുന്നത്? ഇത് ചിന്തിക്കുക. സൂക്ഷ്മമായി വിചാരം ചെയ്യാൻ ധാരാളം അവസരങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ ഇത് കേവലം മാനസികമായ ഒരു താതാത്മ്യഭാവമല്ലാതെ മറ്റൊന്നല്ല. ഇതാണ് നീ വിചാരം ചെയ്യൂ, നിൻ്റെ പുത്രൻ ആര്? കസ്യത്വം മൂന്നാമത്തെ ചോദ്യമാണ്. കസ്യത്വം, നീ ആരുടേതാണ്? നമ്മളെപ്പോഴും മറ്റൊന്നിനോട് ചേർന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നാളുടെ പത്നി, അല്ലെങ്കിൽ ഇന്നാളുടെ പതി, ഇന്നാളുടെ മകൻ, ഇന്നാളുടെ മക്കൾ, മറ്റെന്തെങ്കിലും ഒന്നുമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ പറയാറുണ്ട്. അത് പ്രസിദ്ധമോ ബഹുമാനിക്കപ്പെടുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാനേറെ ഇഷ്ടവുമാണ്. പ്രസിദ്ധനായ അമ്മാവൻ്റെ മരുമക്കൾ ചിലപ്പോൾ അച്ഛൻ്റെ പേരിനേക്കാൾ കൂടുതൽ ആ പ്രസിദ്ധനായ അമ്മാവൻ്റെ പേരാ പറയുക. ഇന്നാളുടെ മരുമകൻ, ഇന്നാളുടെ മരുമകളെന്ന്. അവിടെ അച്ഛനല്ല മൂല്യം കൽപ്പിക്കുന്നത്. ഇങ്ങനെയൊക്കെ വ്യവഹാരത്തിൽ നമ്മൾ കാണാറുണ്ട്. അതുപോലെ സ്ഥാപനങ്ങളുമായുള്ള ബന്ധം പറയാറുണ്ട്. പലതുമായി തന്നെ ബന്ധിപ്പിച്ച് അതിലഭിമാനിക്കുന്നു. ഇവിടെയാണ് ചോദിക്കുന്നത്, കസ്യത്വം, നീ ആരുടേതാണ്? എൻ്റെ എന്നുള്ള താതാത്മ്യഭാനം എത്ര കാലം വരെ ഉണ്ടാവും? സമ്പത്തില്ലാതായാൽ ബന്ധുക്കളുണ്ടാവുമോ? രോഗാദി ക്ലേശങ്ങളാൽ ദുർഗന്ധദുഷ്ടമായി ശരീരത്തിനടുത്തേക്ക് ഒരാൾക്ക് അടുക്കാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോൾ എത്ര പേരരികത്തുണ്ടാവും സേവിക്കാൻ? നീ ആരുടേതാണ്? നീ എന്തിനോടാണ് താതാത്മ്യപ്പെടുന്നത്? ഇതാണ് ചോദ്യം. കസ്യത്വം. ഇവിടെ നമ്മുടെ നാട്ടിൽ വളരെ വിശേഷമായിട്ട് ഒരു വിലക്ഷണമായിട്ടുള്ളൊരു, വ്യക്തമായി പറഞ്ഞ അസ്വീകാര്യമായൊരു ആചരണം കാണാറുണ്ട്. ഇത് പെൺകുട്ടികളിലാണ് പ്രത്യേകിച്ച് കാണുന്നത്. പെൺകുട്ടികൾ പേരിനോട് ചേർന്ന് അച്ഛൻ്റെ പേരിടുന്നു. വിരോധമില്ല, നല്ലത് തന്നെ, അതവരുടെ ഇഷ്ടമാണ്. അങ്ങനെ അച്ഛൻ്റെ പേര് തൻ്റെ പേരിൻ്റെ പിന്നിൽ വെച്ചിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് കല്യാണം കഴിച്ചു. ഉടനെ അച്ഛനെ അങ്ങ് മാറ്റി വരൻ്റെ പേരിട്ടു. പിന്നെ പതിയുടെ പേരാണ് പേരിൻ്റെ പിന്നിൽ ചേർക്കുന്നത്. എന്നാൽ ഇതേപോലെ ആൺകുട്ടികൾ പിന്നെ പേരിൻ്റെ പിന്നിൽ പത്നിയുടെ പേര് ചേർക്കുന്നത് കാണുന്നുമില്ല. ആൺകുട്ടികൾ അച്ഛൻ്റെ പേര് പിന്നിൽ ചേർക്കുന്ന ഒരുപാട് പേരെ നമുക്ക് പരിചയമുണ്ട്. പക്ഷേ അവർ വിവാഹാനന്തരം ഒരിക്കലും പത്നിയുടെ പേര് പിന്നിൽ ചേർക്കുന്നില്ല. പെൺകുട്ടിയാവട്ടെ അച്ഛൻ്റെ പേര് ചേർത്തു. എന്നാൽ മരണം വരെ അച്ഛൻ തന്നെയല്ലേ? ആ അച്ഛൻ്റെ പേര് തന്നെയല്ലേ നിലനിർത്തേണ്ടത്? ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാം, വേറൊരു ഭർത്താവിനെ സ്വീകരിക്കാം. പത്നിയെ ഡിവോഴ്സ് ചെയ്യാം, വേറൊരു പത്നിയെ സ്വീകരിക്കാം. പക്ഷേ അച്ഛനെ മാറ്റാൻ പറ്റുമോ? അമ്മയെ മാറ്റാൻ പറ്റുമോ? ഇത് വളരെ വിചിത്രമാണ്. താത്പര്യം നമുക്ക് എന്തിനോട് എങ്കിലും ഒന്ന് ഒട്ടിച്ചേർന്ന് നിന്ന് ഞാൻ അതിൻ്റെതാണ് എന്നൊരു കെയർ ഓഫ് പറയാൻ നമുക്ക് വലിയ താത്പര്യമാണ്. അവിടെയാണ് ചോദ്യം, കസ്യത്വം, നീ ആരുടേതാണ്?
ഞാൻ ഇന്ന ആളുടേതാണെന്ന് നീ പറയുന്നവരൊക്കെ എല്ലാ കാലവും നിന്നെ സ്വീകരിച്ചു കൊണ്ടുണ്ടാവുമോ? അവർ നിന്നെ തള്ളി പറയുമോ? ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരാൾ പ്രസിദ്ധനായിരിക്കുന്ന കാലത്തോളം നൂറുകണക്കിന് പേര് പറയാനുണ്ടാവും, അയാൾ എൻ്റെ ബന്ധുവാണ്, അയാൾ എൻ്റെ ഇന്ന ആളാണ് എന്നൊക്കെ. ഒരു ചീത്തപ്പേര് വരട്ടെ, പ്രസിദ്ധിയിൽ നിന്ന് അയാൾ നിപതിച്ചു പോകട്ടെ, ഇന്നലെ വരെ എൻ്റെ ബന്ധു എന്നൊക്കെ പറഞ്ഞ ഒരാൾ പോലും കൂടെ ഉണ്ടാവില്ല. ഇത് ലോക സ്വഭാവമാണ്. അപ്പോഴാണ് ചോദ്യം, കസ്യത്വം. ലോകത്തിൽ എത്രയോ കോടീശ്വരന്മാരായവർ, സദാ ബന്ധുജനങ്ങളും പരിചാരകന്മാരും പരിവൃന്ദവും ഒന്നിച്ചുണ്ടായവർ, ജീവിതത്തിൻ്റെ ഒടുവിൽ ചില അഭയകേന്ദ്രങ്ങളിലും വൃദ്ധസേവാ കേന്ദ്രങ്ങളിലുമൊക്കെ കഴിയാൻ ഇടവന്നപ്പോൾ ഒരു ബന്ധുക്കളും കൂടെ ഉണ്ടായിട്ടില്ല, ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇങ്ങനെ എത്രയോ ചിത്രങ്ങളും ചരിത്രങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അവിടെയാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത്, കസ്യത്വം. അപ്പോൾ നിൻ്റെ പത്നിയാര്, നിൻ്റെ മകനാര്, നീ ആരുടേതാണ്? ഇതുപോലെ മറ്റു ചില ചോദ്യങ്ങൾ കൂടി ചോദിക്കുകയാണ്. അത് നമുക്ക് തുടർന്ന് പഠിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഭാർഗവനാകിയ രാമനെ പണ്ട് മാർഗവഴിയില്ലമ്മേ വധ ചെയ്ത് മാതാവിനുട കർമ്മം ചെയ്യുവാൻ മാമുനിയാകിയ രാമനെ പണ്ട് പ്രണവമൊരുവിട്ടു മണ്ണാറശാലയിൽ പ്രദക്ഷിണം ചെയ്തു വരും പ്രഭാതമേ. പ്രണവമൊരുവിട്ടു മണ്ണാറശാലയിൽ പ്രദക്ഷിണം ചെയ്തു വരും പ്രഭാതമേ. പല്ലവ പാണിയിൽ മലയാനിലൻ തീർത്ത വല്ലകിയോ നാദമലർമാല്യമോ നാമത്തിരുമാല്യമോ. പ്രണവമൊരുവിട്ടു മണ്ണാറശാലയിൽ പ്രദക്ഷിണം ചെയ്തു വരും പ്രഭാതമേ.